കറമ്പി സുഖം തന്നെ. അയ്യോ സാറോ, ഇത് എപ്പോ വന്നു സാറേ? താൻ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞങ്ങളിവിടെ വന്നിട്ട്? കുംഭകർണ സേവയിലായിരുന്നിരിക്കും. അല്ല മോളെ, കുറച്ച് ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നായ വായ അടച്ചില്ല. കൊര തന്നെ കൊര. അതിന് ഭക്ഷണം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഏയ് അതൊന്നല്ല, ഇന്നലെ ആരൊക്കെയോ ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. കള്ളന്മാരാണോ തോന്നുന്നു. കള്ളന്മാര് എന്നും ഉണ്ടാവും ഇതുപോലെ ഓരോ കഥകള്. ഇതങ്ങനെയല്ല മോളെ, കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വാൻ സ്റ്റാർട്ടാക്കി പോകുന്നത് കണ്ടു. അതുപോലെ ടൂറിസ്റ്റുകളും വഴിതെറ്റി വന്നായിരിക്കും. താൻ വേഗം പെട്ടിയൊക്കെ ഇറക്കി വെച്ച്. ഓ പിന്നെ 3 പേരും വേഗം കുളിച്ചിടിയേക്ക്. ഇന്ന് സ്കൂളിൽ പോണം. പോണം. Come on, get ready, fast, fast move. Get ready. സാറേ, ഒരു കാര്യം പറയാൻ മറന്നു. ഒരു രാജഗോപാലൻ വിളിച്ചിരുന്നു. 5-8 പ്രാവശ്യം വിളിച്ചു. എന്തു പറഞ്ഞു? ഉണ്ടോന്ന് ചോദിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞു. എന്ന് വരുമെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നാൽ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓ ഹലോ, കമ്മീഷണർ ഓഫീസ്. രാജഗോപാൽ സാറുണ്ടോ? അതെ, കമ്മീഷണർ രാജഗോപാൽ. പാടൻ ഒരു ഫ്രണ്ടാണ്, പേര് ഹരിദാസ്. വീട്ടിൽ വിളിച്ചു, നോ റിപ്ലൈ. ഓഹോ, ലീവാണോ? എത്ര ദിവസം? വന്നാ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. എന്താ ഇനി റെഡി ആയില്ലേ? കമോൺ കമോൺ, ഗെറ്റ് റെഡി. ഇന്ന് സ്കൂളിൽ പോണോ ഡാഡി? ഒരു ഔട്ടിംഗ് കഴിഞ്ഞ് വന്നതിന്റെ രസമൊക്കെ പോവും. മതി മതി, ഇത്ര രസമൊക്കെ മതി. 3 പേരും വേഗം റെഡിയാ. കമോൺ കമോൺ, ഗെറ്റ് റെഡി. അതൊക്കെ പഴയ പോലീസുകാരോട് പറഞ്ഞാ മനസ്സിലാവോ എന്റെ പാർക്കുട്ടി? ഇല്ല, മനസ്സിലായില്ല. പഴയ പോലീസുകാർക്ക് നല്ല ചുട്ട അടി തരാനും അറിയാം. ഹരിദാസന്റെ മക്കളാ. ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ സംഘടിച്ചതാ. വണ്ടി നിർത്ത്. ഹലോ രാജഗോപാൽ, വാട്ട് എ സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷയില്ല നിന്നെ. വരാൻ തോന്നിയൊരു സന്തോഷം. ടെലിഫോൺ ചെയ്ത് മടുത്തു. എത്ര ദിവസമായി? എന്താ ഔട്ടിങ്ങടാ ഇത്? ഇവിടുന്ന് 2 ദിവസം ഒന്നും പറഞ്ഞു പോയതാ. പിള്ളേർക്ക് മതി വരുന്നില്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങ് നിന്നു. വീട്ടില് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. കേട്ടില്ല. ഉടനെ കാണണമെന്ന്. അതാ ഞാൻ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നത്. കുട്ടികൾക്കുള്ള ലഞ്ച് ആര് കൊണ്ടുപോകും? അത് ഞാൻ ചെന്നിട്ട് ഉടനെ കൊണ്ടുപോയിക്കോളാം. ഓ, വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ? പറയാം. വീട്ടിലേക്ക് പോയിക്കൂടെ? ഷുവർ. നിങ്ങൾ തിരിച്ചോളൂ, ഞാൻ ജീപ്പ് വരാം. അവർ 4 പേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജയിൽ സൂപ്രണ്ടിനോടും വാർഡന്മാരോടും
ചില തടവ് പുള്ളികളോട് ഞാൻ അന്വേഷിച്ചു. അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീയും നിന്റെ കുട്ടികളുമാണ്. പ്രതികാരം എന്നോട് മാത്രം പോരെ, എന്തിനെന്റെ കുട്ടികൾ? അവരെന്ത് തെറ്റ് ചെയ്തു? നീ വിഷമിക്കാനൊന്നുമില്ല. നമുക്ക് ഏത് വിധേനയും ഇത് തടയണം. തെറ്റുകൾ ഒരു പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവാം. അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. 4 വർഷത്തോളം എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ... ഛേ, നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത്. അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട. തങ്കപ്പൻ പിള്ളേ, പിള്ളേ, എന്താ സാർ? പിള്ളേ എവിടെ? പിള്ളച്ചേട്ടൻ ലഞ്ചും കൊണ്ടുപോയി. നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ്, നമ്മൾ സ്കൂളിലോട്ട് പോവാം. നല്ല വിശപ്പ്. പിള്ള വന്നോ? ഇല്ല. വേണോ? എനിക്ക് വേണ്ട. ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ. വായി നോക്കി നിൽക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. ലഞ്ച് കൊണ്ടുവരട്ടെ. മുഴുവൻ അയാളെ കൊണ്ട് തീറ്റിക്കണം. എങ്കിലേക്ക് കോളായി വയർ നിറച്ച് തിന്നാലോ. എന്തൊരു വിശപ്പാ. ഞങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. എന്ത്? എന്താ? എന്തോ പറ്റി? വണ്ടി വിട്. രമണി, രമണി, ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട. Yes, Haridas here. What? Madam, please tell the truth. Teacher, സാർ, ഭയപ്പെടാനൊന്നുമില്ല. ഒരു പോർല പോലും ഏറ്റിട്ടില്ല. പോലീസ് എത്തിയിട്ടുണ്ട്. അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ. കരയില്ലേ മക്കളെ? എന്താ ഇത്? ഒന്നുമില്ല, ആർക്കും എന്തോ അബദ്ധം പറ്റിയതാ. അല്ല, ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഡാഡി. എന്തിന്? നത്തിങ് ടു വറി. Cool down. I am Rajagopal, Commissioner of Police from Kerala. വെൽക്കം. മാഡം, ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ஏதாவது தகவல் கிடைச்சா தானே சார் கண்டுபிடிக்க முடியும். I will give you the details. ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ വിത്ത് പോലീസ് സെക്യൂരിറ്റി. சார்,
ഒക്കെ പിഴച്ചു. 3 പെൺകുട്ടികളെ കൊല്ലാൻ പറ്റിയില്ല. പഠിച്ച വിദ്യകളെല്ലാം മറന്നോ? അതോ കണ്ണുപിടിക്കണ്ടായോ? ബാബ, ഇന്ന് രാത്രി അത് നടന്നിരിക്കും. അതിന് അവരൊക്കെ മണ്ടന്മാരായിരിക്കണം. പോലീസ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും ആ വീട്ടില്. ആ പരിസരത്തെങ്ങാനും കണ്ട അതിന്റെ ശവം പോലും കിട്ടില്ല. ആർക്ക് വേണം എന്റെ ശവം? കൊന്നോട്ടെ. പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെയെങ്കിലും ഞാൻ കൊന്നിരിക്കും. നീ ചത്ത എന്റെ ചെറുകൊടിഞ്ഞവലല്ലടാ. മരിക്കുന്നെങ്കിൽ നമുക്കൊരുമിച്ചാകാം. ബാബ, സാരമല്ല. ഈ ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാലും, പോലീസും പട്ടാളവും കാവൽ നിന്നാലും, അവനെ മക്കളെയും നമ്മൾ കൊന്നിരിക്കും. രാജഗോപാൽ, നീ പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇനി വൈകണ്ട. അങ്കിൾ ഇറങ്ങട്ടെ? വേഗം വരണം അങ്കിൾ. വേഗം വരാം. വെറുതെ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന ജോലിയല്ലല്ലോ അങ്കിളിൻ്റെത്. ആന്റിയും വരുമോ? വരാം. അങ്കിളും ആന്റിയും തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്രിമിനൽസിനെ ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും. അതേ മോളെ, എല്ലായിടത്തും സെർച്ച് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഹരി, പോകാതെ പറ്റില്ല. 2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. രമണി, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കം ഇൻ. ஏதாவது தகவல் கிடைச்சதா? சார், இங்க இருக்கிற எல்லா ஹோட்டலையும் சோதனை போட்டாச்சு சார். இங்க இருக்கிற எல்லா டாக்ஸி டிரைவரையும் துருவி துருவி விசாரிச்சு பார்த்தாச்சு சார். ஆனா யாருமே எதுவுமே தெரியலன்னு சொல்றாங்க சார். எனக்கு இருக்கிற சந்தேகம் எல்லாம் அவங்க முயற்சி தோல்வியானதான் தப்பிச்சு போயிட்டாங்களோன்னு நினைக்கிறேன் சார். அந்த மாதிரி ஒரு முடிவுக்கு வர்றது ரொம்ப சுலபம். வெரி ஈஸி. இல்லைன்னா அவங்க தப்பிச்சு போறதுக்காக காட்டுக்குள்ள பதுங்கி இருக்கலாம் சார். அதனால தான் சந்தேகமா யாராவது நடமாடினா எங்களுக்கு ரிப்போர்ட் பண்ண சொல்லி ஃபாரஸ்ட் கார்ட்ஸ் கிட்ட சொல்லி இருக்கிறேன் சார். அப்ப போலீஸுக்கு என்ன வேலை? என்ன வேலையா? உங்களுக்கு பாதுகாப்பு கொடுக்கறேன் சார். எத்தனை நாள் கொடுக்க முடியும் சார்? வாழ்நாள் பூரா கொடுக்க முடியுமா? அதெல்லாம் முடியாது. இந்த வாரம் பரவாயில்ல, அடுத்த வாரம் தான் மினிஸ்டர்ஸ் ப்ரோக்ராம். எக்கச்சக்கமான வேலை. அது வரைக்கும் 24 மணி நேரமும் உங்களுக்கு பாதுகாப்பா 5 கான்ஸ்டபிள்ஸை விட்டு போறேன் சார். போதுமா? தேங்க்யூ. தேங்க்யூ வெரி மச். உங்க கருணைக்கு ரொம்ப நன்றி. சார் 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 சார், எங்க வேலையில நாங்க ஏதோ கவனக்குறைவா நடக்கிறதா நீங்க நினைக்கிறீங்க சார். போலீஸ் ஸ்டேஷன்ல எக்கச்சக்கமா வேலை இருக்கு சார். அவ்வளவு கான்ஸ்டபிள்ஸ் இல்லையே, என்ன பண்றது? எல்லா நேரமும் இதையே பார்த்துட்டு இருக்க முடியுமா சார்? ஓகே, எனக்கு தெரியும். எனக்காக நீங்க ரொம்ப சிரமப்பட வேண்டாம் சார். நான் என்ன சொல்றேன், அங்க என்ன பெருசா சிரிப்பு வேண்டியதா? தள்ளி நிலையா? 24 மணி நேரமும் இவர் பின்னாடியே சுத்திட்டு இருக்க முடியுமா? கொலையா நடந்து போச்சு. கொலை முயற்சி தானே. ஆமா. வண்டி அடியா சார். டியூட்டி முடிஞ்சு போச்சு. நான் கூட ஜீப்ல ஏறட்டுமா? யார் சொன்னது டியூட்டி முடிஞ்சு போச்சுன்னு? 24 மணி நேரம் டியூட்டி தான். சிரிப்பா? வண்டி அடியா. போலீஸ்.
ഹരിദാസിയർ. ആ രാജഗോപാലാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചാലല്ലേ കിട്ടൂ. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്? മണ്ടത്തരം നീ കണ്ടോ? ഞാൻ പുറത്തിറങ്ങിയ അവരും ഇറങ്ങും. കാരണം അവർക്ക് എന്റെ ജീവൻ വേണം. ഹരി, അത് അപകടമാണ്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കാക്കി യൂണിഫോമും IPS ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആ മനസ്സിപ്പോഴും ഉണ്ട്. നീ കണ്ടോ? ഹലോ ഹലോ.